നമസ്കാരം. ഇവർക്കും ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഇതിന്റെ ന്യൂസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 4 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ വയനാട് ലാൻഡ് സ്ലൈഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്കിപ്പം ഇന്നലത്തെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇന്നത്തെ വാർത്തകളിലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആർട്ടിക്കിളാണ് ഈ വയനാട്ടിലുണ്ടായ ഒരു വലിയ ഒരു മണ്ണിടിച്ചിലുമായിട്ട് ബന്ധപ്പെട്ട്. സോ അതുകൊണ്ട് ലാൻഡ് സ്ലൈഡ്സ് എന്ന പെർസ്പെക്റ്റീവിൽ നമ്മൾ എക്കോളജി ആൻഡ് എൻവയോൺമെന്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 റിലേറ്റഡ് ആയിരിക്കും നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ദെൻ രണ്ടാമത്തെ ആർട്ടിക്കിൾ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. ഗോൾഡ് കസ്റ്റംസ് ഡ്യൂട്ടി കട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അതായത് റീസെന്റ് ഈ പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് അവതരിപ്പിച്ച ബഡ്ജറ്റിനകത്ത് നമ്മൾ സ്വർണ്ണത്തിന്റെ ഒക്കെ തന്നെ ഇറക്കുമതി ടാക്സുകൾ അഥവാ കസ്റ്റംസ് ഡ്യൂട്ടി പറഞ്ഞ പോലെ കുറച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇത്ര നാളും 15% കൊടുത്തുകൊണ്ടിരുന്നത് അത് ഇനി മുതൽ ഈ പറഞ്ഞ പോലെ 6.5% കൊടുത്താൽ മതി സ്വർണ്ണത്തിനൊക്കെ തന്നെ ഇറക്കുമതി ചെയ്യാനായിട്ടുള്ള ടാക്സ് ആയിട്ട്. അപ്പോൾ ആ ഒരു 15% എന്നുള്ളത് 6.5% ആക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് അത് ഏത് രീതിയിലേക്കാണ് ബാധിക്കുന്നത്, മീൻസ് ഈ പറഞ്ഞ പോലെ റവന്യൂവിന്റെ കാര്യത്തിലേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റേതൊക്കെ കാര്യങ്ങളിലാണ് ഇത് അഫക്ട് ചെയ്യാൻ പോകുന്ന തുടങ്ങിയ കാര്യങ്ങളാണ് ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ദെൻ മൂന്നാമത്തെ ടോപ്പിക്കാണ് എത്യോപ്യ റിസീവ്സ് IMF റിലീഫ്. അപ്പം ഈ ഒരു ടോപ്പിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ IMF-ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നതാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 എക്കണോമിക്സിന് റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബട്ട് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 IR ഇന്റർനാഷണൽ റിലേഷൻസും അതേപോലെ വേൾഡ് ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു മൾട്ടി ഡയമെൻഷൻ ആസ്പെക്റ്റിലായിരിക്കും ആ മൂന്നാമത്തെ ടോപ്പിക്ക് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ദെൻ നാലാമത്തെ ടോപ്പിക്ക് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട തന്നെ ആർട്ടിക്കിളാണ്. RBI റിലേറ്റഡ് ആണ്. RBI ന്യൂ നോംസ് ഫോർ LCR. LCR എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി കവറേജ് റേഷ്യോ എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ലിക്വിഡിറ്റി കവറേജ് റേഷ്യോയിൽ RBI നിലവിൽ മാറ്റം വരുത്താൻ പോകുന്ന രീതിയിലേക്ക് വാർത്തകൾ വരുന്നുണ്ട്. അത്തരത്തിൽ LCRൽ മാറ്റം വരുത്തുമ്പോൾ എങ്ങനെയാണത് ഇവിടുത്തെ ബാങ്കിങ് സെക്ടറിനെ അഫക്ട് ചെയ്യുന്ന തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളവിടെ ആ ഒരു ആർട്ടിക്കിൾ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. പിന്നെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ ഈ 4 ആർട്ടിക്കിൾസിനെ വിശദമായിട്ട് പഠിച്ചതിന് ശേഷം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിലിംസ് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിളിനെ MCQ കൂടെ സോൾവ് ചെയ്തായിരിക്കും ഈ സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടൈം കളയാണ്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ കേരളത്തിലെ ലാൻഡ് സ്ലൈഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇതിനകത്ത് ഇന്നത്തെ രാവിലത്തെ വാർത്തയായതുകൊണ്ടാണ് 122 ഡെഡ് എന്നുള്ള രീതിയിലേക്ക് വാർത്തകൾ വന്നിരിക്കുന്നത്. ഇപ്പം നിലവിൽ നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ ഒരു മരണസംഖ്യ 150 കഴിഞ്ഞിട്ടുണ്ട്. 150 ക്രോസ് ചെയ്ത് സ്റ്റിൽ ഈ പറഞ്ഞ പോലെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്കൊക്കെ തന്നെ അവിടുത്തെ ആ ഒരു ആക്സിഡൻറ്റിൻ്റെ ഈ പറഞ്ഞ പോലെ വ്യാപ്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ലാൻഡ് സ്ലൈഡുകൾ ഇപ്പോൾ ശരിക്കും നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു 2 ആഴ്ച മുമ്പാണ് കർണാടകത്തിൽ ഇതേപോലെ വലിയൊരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വയനാട് കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കുന്നു. അപ്പം വയനാട് അല്ലെങ്കിൽ ഈ ഒരു കർണാടകത്തിൻ്റെ ആ ഒരു ആക്സിഡൻ്റ് ഉണ്ടായ പ്രദേശങ്ങൾ എന്നൊക്കെ പറയുമ്പോഴേക്കും ഇവിടെ കോമൺ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഇതെല്ലാം ഒക്കർ ചെയ്ത് വെസ്റ്റേൺ ഗാർഡ്സിലാണ്. അപ്പോൾ പശ്ചിമഘട്ടം അഥവാ വെസ്റ്റേൺ ഗാർഡ്സിൽ എന്തുകൊണ്ട് ഇത്രത്തോളം മണ്ണിടിച്ചിലുകൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ഒരു ഇൻസിഡൻറ്റ് പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അത്തരത്തിൽ നമ്മൾ പഠിക്കുമ്പോഴേക്കുമാണ് രണ്ടാമത്തെ ആർട്ടിക്കിൾ നമുക്ക് റിലവൻ്റ് ആയിട്ട് മാറുന്നത്. മെയിൻലി രണ്ടും ഒരേ ടോപ്പിക്കുമായിട്ട് കണക്ട് ചെയ്യുന്ന കാരണം ഞാൻ രണ്ടിനെയും ചേർത്തെടുത്തെന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ആർട്ടിക്കിൾ വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. കേരള ഇഗ്നോർഡ് റെക്കമെൻഡേഷൻസ് ടു പ്രിവെൻറ്റ് സച്ച് ഡിസാസ്റ്റേഴ്സ് സെയ്സ് ഗാഡ്ഗിൽ. അതായത് ഇന്നലെ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ളത്. 2010 ഗവൺമെൻറ്റിന് ഈ പറഞ്ഞ പോലെ സമർപ്പിച്ച ഒരു റിപ്പോർട്ടായിരുന്നു. 10-11 കാലഘട്ടത്തിൽ ഗവൺമെൻറ് കൊടുത്ത ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു, ഈ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിനകത്ത് എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, നമ്മുടെ വയനാട് ഉൾപ്പെടുന്ന ഈ പശ്ചിമഘട്ടം അഥവാ വെസ്റ്റേൺ ഗാർഡ്സ് എന്നുള്ള പ്രദേശം കംപ്ലീറ്റ്ലി കൺസർവ് ചെയ്യപ്പെടുന്ന പ്രദേശമാണ്. കൺസർവ് ചെയ്യുന്ന പറഞ്ഞാൽ ഇൻ ദ സെൻസ് എക്കോളജിക്കലി ഫ്രജൈലാണ്. അതായത് എൻവയോൺമെൻ്റലി പരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ഡിസാസ്റ്റർ ഉണ്ടാകാൻ പോസിബിലിറ്റി ഉള്ള പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഫർദർ ഓൺ ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മുടെ ഹാബിറ്റേഷൻസ് അഥവാ നമ്മുടെ സെറ്റിൽമെൻറ്റ്സ്, ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ് ഒക്കെ തന്നെ അവിടുന്ന് റെഡ്യൂസ് ചെയ്യണം. എക്കണോമിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസ് സച്ചസ് ക്വാറിയിങ് അങ്ങനെയുള്ള പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നിർത്തലാക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ സർക്കാരിലേക്ക് റിപ്പോർട്ട് സമർപ്പിച്ചതായിരുന്നു 2010 മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട്. പക്ഷേ അത് സർക്കാർ തള്ളിക്കളയുകയാണ് ചെയ്തത്. തള്ളിക്കളഞ്ഞു. അതിൻ്റെയൊക്കെ ഒരു ഫലങ്ങൾ ബേസിക്കലി ഈ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ എനിവേ ഈ ഒരു കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ മനസ്സിലാക്കാനുണ്ട്. ആദ്യം ലാൻഡ് സ്ലൈഡ്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഈ ഒരു മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാനായിട്ടുണ്ട്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്താണ് ലാൻഡ് സ്ലൈഡ് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണാൻ സാധിക്കുന്ന ഈ പിക്ചർ ഇന്നലെ വയനാട്ടിലുണ്ടായ ആ ഒരു ദുരന്ത ഭൂമിയുടെ ആ ഒരു പിക്ചറാണ്, പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ലാൻഡ് സ്ലൈഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആർ ജിയോളജിക്കൽ ഫിനോമിന. അപ്പം എർത്തുമായിട്ട് റിലേറ്റ് ചെയ്ത ഫിനോമിനസ് ആണ് ഈ ജിയോളജിക്കൽ ഫിനോമിനസ്. സോ ജിയോളജിക്കൽ ഫിനോമിനൻ ദാറ്റ് ഇൻവോൾവ്സ് ദ സഡൻ ആൻഡ് റാപ്പിഡ് മൂവ്മെന്റ് ഓഫ് എ മാസ് ഓഫ് റോക്ക്, സോയിൽ ഓർ ഡെബ്രീസ് ഡൗൺ എ സ്ലോപ്പ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി. അതായത് വലിയൊരു പാറക്കൂട്ടം, മണ്ണും ചെളിയും ഒക്കെ അടങ്ങിയ പാറക്കൂട്ടം ഈ പറഞ്ഞ പോലെ താഴേക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇൻഫ്ലുവൻസാൽ താഴേക്ക് പോരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ലാൻഡ് സ്ലൈഡ് എന്ന സിമ്പിൾ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ബേസിക്കലി ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിലുണ്ടാകാം. ഒന്നെങ്കിൽ നാച്ചുറൽ ആയിട്ടും ഉണ്ടാകാം, അല്ലെങ്കിൽ മാൻമെയ്ഡ് ആയിട്ടും ഉണ്ടാകാം. അപ്പോൾ നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രദേശം കേന്ദ്രീകരിച്ച്, കൂടുതലും കുന്നൻ ചെരുവുകളിലേക്ക് ആയിരിക്കുമല്ലോ കൂടുതലായിട്ടും ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നത്. അവിടം കേന്ദ്രീകരിച്ച് നല്ല രീതിയിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ സോയിലിന്റെ ഗ്രിപ്പ് നഷ്ടപ്പെടും, അഥവാ അതിന്റെ ബൈൻഡിങ് ഫോഴ്സ് നഷ്ടപ്പെടും. കാരണം മണ്ണിലേക്ക് നല്ല രീതിയിൽ വെള്ളം ഇറങ്ങി കഴിയുമ്പോഴേക്ക് ഈ മണ്ണിന്റെ പിടിച്ചു നിൽക്കുന്ന ആ ഒരു
ഫോഴ്സ്, അതാണ് ആ ഗ്രിപ്പ് അല്ലെങ്കിൽ ബൈൻഡിങ് ഫോഴ്സ് എന്ന് പറയുന്നത്. ആ ബൈൻഡിങ് ഫോഴ്സ് പതുക്കെ നഷ്ടപ്പെട്ടു തുടങ്ങും. ആ ബൈൻഡിങ് ഫോഴ്സ് നഷ്ടപ്പെട്ടു തുടങ്ങുമ്പോഴേക്കുമാണ് ആ പ്രദേശത്തെ മണ്ണ് ഒന്നടങ്കം ഈ പറഞ്ഞ ഈ ഡെഫിനേഷനിൽ പറയുന്ന പോലെ മണ്ണും കല്ലും ആ ചെളിയും എല്ലാം കൂടെ ഇങ്ങോട്ടേക്ക് താഴേക്ക് പോരുന്നത്. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ വയനാട്ടിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നല്ല രീതിയിൽ അതിശക്തമായ രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. IMD അഥവാ നമ്മുടെ ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് കണക്കുകൾ പ്രകാരം 140 മില്ലിമീറ്റർ മഴകൾ വരെ അവിടെ ശരാശരി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശക്തമായ രീതിയിലുള്ള മഴകളായിട്ട് വേണമെങ്കിൽ അതിനെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അത്രത്തോളം മഴകൾ പെയ്തപ്പോഴേക്കും മോസ്റ്റ് കോമൺലി ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ സോയിലിൻ്റെ ആ ഒരു ബൈൻഡിങ് ഫോഴ്സ് നഷ്ടപ്പെടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും അതൊരു വലിയൊരു ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ വലിയൊരു ലാൻഡ് സ്ലൈഡ് ആയിട്ട് മാറുകയും ഒരുപാട് ഈ പറഞ്ഞ പോലെ ആളുകൾ താമസിച്ചത് സെറ്റിൽമെൻറ്റ് ഉണ്ടായിരുന്ന ഒരു മേഖല കൂടിയായിരുന്നത്. എസ്പെഷ്യലി തോട്ടം തൊഴിലാളികളൊക്കെ ആയിട്ട് ഒരുപാട് ഗ്രാമീണ ആളുകൾ താമസിച്ച ഒരു പ്രദേശമായിരുന്നു. അവിടെ ആ പ്രദേശം ഒന്നടങ്കം ഈ പറഞ്ഞ പോലെ എന്താ വാഷ് ഔട്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ളൊരു ഇൻസിഡൻ്റ് ആയിട്ട് അത് മാറിയിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. നോർമലി ഇപ്പം പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ മണ്ണിടിച്ചിലുകളെല്ലാം തന്നെ നമ്മൾ ഇത്രത്തോളം വലിയൊരു ഡിസാസ്റ്റർ ആയിട്ട് മാറാറുണ്ടോ? ഇല്ല. അപ്പോൾ നോർമലി പറയുവാണെങ്കിൽ ഒരു ഇൻസിഡൻറ്റ് അതിനോടൊപ്പം ചില വൾണറബിലിറ്റീസ് ചേർന്ന് വരുമ്പോഴാണ് അതെന്തായിട്ട് മാറുന്നത്? ഡിസാസ്റ്റർ ആയിട്ട് മാറുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് ആ ഒരു വയനാട്ടിലുണ്ടായ ഒരു ദുരന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അതൊരു ഡിസാസ്റ്ററാണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇപ്പോൾ ലാൻഡ് സ്ലൈഡ്സ് എന്ന് പറയുന്നത് മിക്ക ഇടങ്ങളിലും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ ലാൻഡ് സ്ലൈഡുകളെ ഇത്രത്തോളം ഡിസാസ്റ്റർസ് ആക്കി മാറ്റുന്നത് ചില വൾണറബിലിറ്റീസ് ആണ്. ഈ വൾണറബിലിറ്റീസ് എന്ന് പറയുന്നത് ഒരു ടൈം എന്ന് പറയുന്നത് വലിയൊരു വൾണറബിലിറ്റിയാണ്. ഈ ഇൻസിഡൻറ്റ് ഉണ്ടാകുന്ന സമയം എന്ന് പറയുന്നത് വലിയൊരു വൾണറബിലിറ്റിയാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, ഈ ഒരു ഫസ്റ്റ് ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പുലർകാലം, മീൻസ് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന ഒരു ടൈമിലാണ്. അതിനകത്ത് 2 തവണ ഇവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട്, ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ പുലർച്ചെ 2 മണിക്ക് 2 AM. ഓക്കെ. രണ്ടാമതെന്ന് പറഞ്ഞാൽ പുലർച്ചെ 4:10 4 മണിയോട് അടുപ്പിച്ചാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ 2 ടൈം എന്ന് പറയുന്നതും ആളുകൾ പൊതുവിൽ ഈ പറഞ്ഞ പോലെ ഉറങ്ങുന്ന ആ ഒരു ടൈമാണ്, സ്ലീപ്പിംഗ് ടൈമാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആളുകൾക്ക് രക്ഷപ്പെടാനായിട്ടുള്ള പോസിബിലിറ്റീസ് വളരെ കുറവായിരിക്കും. നേരെ തിരിച്ച് ഇതൊരു വർക്കിംഗ് അവേഴ്സ്, മീൻസ് ഈ പറഞ്ഞ പോലെ എല്ലാവരും ജോലിക്കൊക്കെ പോകുന്ന സമയം അല്ലെങ്കിൽ ഉച്ച സമയം ആ ഒരു ടൈം പീരീഡൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകും. ഇപ്പം ലാൻഡ് സ്ലൈഡ് ആകുന്നെങ്കിലും ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് അതിന് ചെറിയ സിഗ്നൽസുകൾ, മീൻസ് സൈനുകൾ കാണിച്ചു തുടങ്ങും. ഒന്നെങ്കിൽ ആ പ്രദേശങ്ങളിൽ ഈ പറഞ്ഞ പോലെ ചെറിയ രീതിയിൽ ക്രാക്കുകൾ രൂപപ്പെടും, വിള്ളലുകൾ രൂപപ്പെടും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെറിയ രീതിയിലുള്ള സൗണ്ടുകൾ, ഈ പറഞ്ഞ പോലെ അത് വിണ്ടു പോരുന്നതിൻ്റെതായിട്ടുള്ള സൗണ്ടുകളൊക്കെ തന്നെ അവിടങ്ങളിൽ പുറപ്പെടുവിക്കാൻ തുടങ്ങും. സോ ഇങ്ങനെയുള്ള എന്തെങ്കിലും സൈനുകൾ കാണുമ്പോൾ ഇത് ഈ പറഞ്ഞ രീതിയിൽ ഒരു മോർണിംഗ് ടൈമൊക്കെ ആണെങ്കിൽ ആളുകൾക്ക് ഒന്നെങ്കിൽ പോസിബിലിറ്റിയാണ് പറയുന്നത് കേട്ടോ, ഒന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ ആളുകൾക്ക് അവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായിട്ടുള്ള മാർഗ്ഗങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി അതല്ല, അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു മോർണിംഗ് ടൈമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പുറം ലോകം അറിയുകയും അത്രയും പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ അവിടെ രക്ഷാപ്രവർത്തനമായിട്ട് ചെന്ന് അതിലകപ്പെട്ട് കിടക്കുന്ന ആളുകളെ നമുക്ക് മാക്സിമം ഇവാക്യുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത്തരത്തിൽ കാഷ്വാലിറ്റീസിൻ്റെ അളവാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഇവിടെ നോക്കി, ഈ ടൈം എന്ന് പറയുന്നത് ഈ പുലർച്ചെ ടൈമിൽ കൂടുതൽ ആളുകളും അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ ഉറങ്ങാൻ ചാൻസ് ഉള്ള ടൈമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പുള്ള ആ സിഗ്നലുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവർ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് ഭൂരിഭാഗം ആൾക്കാരും പെട്ടുപോകാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. ഇനി ഈ ഒക്കർ ചെയ്ത ടൈമിൽ പുറത്തേക്ക് ആളുകൾ അറിയാനായിട്ടുള്ള ചാൻസസും ഈ പറഞ്ഞ പോലെ നേരം പുലർന്നു വരുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ പുറത്തേക്ക് ഇത് ആ വാർത്ത വരാനായിട്ടും അതിലൂടെ ഈ പറഞ്ഞ രക്ഷാപ്രവർത്തനമായിട്ട് ആളുകൾ എത്തിച്ചേരാനായിട്ടുമായിട്ടുള്ള ടൈം എടുത്തിട്ടുണ്ടാവും. നോർമലി ഉള്ള സമയത്തേക്കാൾ കൂടുതൽ ഇവിടെ എടുത്തിട്ടുണ്ട്. സോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ വൾണറബിലിറ്റീസ് ചേർന്ന് വന്നു കഴിഞ്ഞപ്പോൾ ആ ഇൻസിഡൻറ്റ് എന്തായിട്ട് മാറി, ഇത്രയും വലിയൊരു ദുരന്തം, ആ ഒരു ഡിസാസ്റ്ററായിട്ട് മാറിയത്. അപ്പോൾ എല്ലാ ഇൻസിഡൻസും ഡിസാസ്റ്റർ ആകണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. ഇൻസിഡൻസിനോടൊപ്പം എന്ത് ചേർന്ന് വരുമ്പോഴാണ് ഡിസാസ്റ്ററായിട്ട് മാറുന്നത്? വൾണറബിലിറ്റീസ്. ഇത് നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സബ്ജക്റ്റിനകത്ത് പഠിക്കുന്ന ഒരു പോയിന്റാണ്. എവറി ഇൻസിഡൻറ്റ് ഇഫ് കപ്പിൾഡ് വിത്ത് വൾണറബിലിറ്റീസ് ക്യാൻ ലീഡ് ടു ഡിസാസ്റ്റർ. ഈ വൾണറബിലിറ്റിക്കകത്ത് ഒരെണ്ണമാണ് നമ്മൾ ഈ പറഞ്ഞ സമയം എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് ഈ ലൊക്കേഷൻ, സംഭവം നടന്ന ലൊക്കേഷൻ, അങ്ങോട്ടേക്കുള്ള ഈ പറഞ്ഞ പോലെ വാഹന ഗതാഗതം. ഐ മീൻ ഇപ്പോൾ വളരെ റൂറൽ ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിക്കെങ്കിൽ പുറത്തുനിന്നും ഈ പറഞ്ഞ പോലെ ആളുകൾക്ക് അവിടെ എത്തിച്ചേരാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. ഓരോ നിമിഷം വൈകും തോറും ആ ഒരു ഇൻസിഡൻറ്റ് കാഷ്വാലിറ്റീസ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു ലൊക്കേഷൻ, ഇൻസിഡൻറ്റ് ഉണ്ടായ ലൊക്കേഷൻ വളരെയധികം പ്രശ്നം തന്നെയാണ്. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇൻസിഡൻറ്റിൽ പെട്ട് കിടക്കുന്ന ആളുകളുടെ പ്രായവും ഒരു വൾണറബിലിറ്റിയാണ്. ഇപ്പം ആരോഗ്യമായിട്ടുള്ള ആളുകളൊക്കെയാണ് ഒരു ഇൻസിഡൻ്റ് എങ്കിൽ എങ്ങനെയെങ്കിലും ഈ പറഞ്ഞ പോലെ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു പോസിബിലിറ്റിയാണ് പറയുന്നത്, എങ്ങനെയെങ്കിലും ഈ പറഞ്ഞ പോലെ രക്ഷപ്പെടാൻ പറ്റും. ബട്ട് ആ ഒരു ഇൻസിഡൻറ്റ് സ്ഥലത്ത് കൂടുതലും കുട്ടികളും പ്രായമായ ആളുകളാണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും രീതിയിൽ അവർക്ക് രക്ഷപ്പെടാനായിട്ടുള്ള ചാൻസസും വളരെ കുറവായിരിക്കും. സോ ഒബ്വിയസ്ലി ആ കാഷ്വാലിറ്റീസിൻ്റെ അളവും വർദ്ധിക്കാനുള്ള ചാൻസസ് ഉണ്ട്. സോ വൾണറബിലിറ്റീസ് ആയിട്ട് ഏതൊക്കെ മാറാം? ടൈം മാറാം, പിന്നെ ഇൻസിഡൻറ്റ് ലൊക്കേഷൻസ് മാറാം, പിന്നെ ആ ഒരു ഇൻസിഡൻറ്റിൽ പെട്ടിരിക്കുന്ന ആളുകളുടെ പ്രായവും ഏജും ഈ പറഞ്ഞ പോലെ ആ ഒരു വൾണറബിലിറ്റി ആയിട്ട് മാറാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ ടെക്നോളജിക്കൽ അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ രക്ഷാപ്രവർത്തനത്തിന് ആൾക്കാർ വന്നു, പക്ഷേ ടെക്നോളജീസ് യൂസ് ചെയ്ത് അവരെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കുന്നില്ല. മീൻസ് ഈ പറഞ്ഞ യന്ത്രങ്ങളില്ല, അങ്ങനെയൊക്കെയുള്ള മോസ്റ്റ് മോഡേൺ എക്യുപ്മെൻറ്റ്സ് ഇല്ല. അതൊക്കെ വന്നാലും ഈ പറഞ്ഞ രക്ഷപ്രവർത്തനം കൂടുതൽ സമയമെടുക്കുകയും കാഷ്വാലിറ്റീസിന് അളവ് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ബേസിക്കലി വൾണറബിലിറ്റീസ് ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. ഈ വൾണറബിലിറ്റീസ് ഇൻസിഡൻറ്റുമായിട്ട് ചേർന്ന് വരുമ്പോഴാണ് അത് എന്തായിട്ട് മാറുന്നത്?
ഒരു ഡിസാസ്റ്ററായിട്ട് മാറുന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ വയനാട്ടിലുണ്ടായ ഇൻസിഡൻറ്റിനകത്തെ വൾണറബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല മെയിൻ എന്ന് പറയുന്ന സംഭവം അവിടെ എന്താണ്, ആ ടൈമാണ്. ആ ഇൻസിഡൻറ്റ് ഉണ്ടായ ടൈം എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വൾണറബിലിറ്റി ആയിട്ട് ആക്ട് ചെയ്തത്. കാരണം ആ സ്ഥലത്തിൽ പെട്ടെന്ന് ആളുകൾ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവിടെ രക്ഷാപ്രവർത്തനത്തിലേക്ക് ആളുകൾ വന്നു. അത്രയും പെട്ടെന്ന് അവിടുന്ന് ആ ഒരു റെസ്ക്യൂ മിഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്തുകൊണ്ടാണ് ഇത്രയെങ്കിലും നമുക്ക് ആ ഒരു കാഷ്വാലിറ്റീസിനെ ലിമിറ്റ് ചെയ്ത് നിർത്താം. ഇപ്പോഴും നമുക്ക് വ്യക്തമായിട്ടുള്ള കാഷ്വാലിറ്റി ലെവൽ അറിയത്തില്ല, എന്നാൽ കൂടിയും ഒരു പരിധി വരെ ഇത്രയിലേക്ക് ലിമിറ്റ് ചെയ്ത് നിർത്താനായിട്ട് സാധിച്ചത് ആ ഒരു സഡൻ റെസ്പോൺസ് കൂടി ഉണ്ടാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കാം. അപ്പോൾ എന്തായാലും ഇത്രയാണ് ആ ലാൻഡ് സ്ലൈഡിൻ്റെ പെർസ്പെക്റ്റീവിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഒരു ആർട്ടിക്കിളിനെ കുറിച്ചുള്ള വ്യക്തമായിട്ട് പഠിച്ചു. ഇനി രണ്ടാമത് മീൻസ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പെർസ്പെക്റ്റീവിൽ പഠിച്ചു. രണ്ടാമത്തെ ആർട്ടിക്കിൾ എക്കോളജിയുമായിട്ട് റിലേറ്റ് ആ ഒരു കമ്മിറ്റിയാണ്. അതായത് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ വെസ്റ്റേൺ ഗാർഡ്സ് എക്കോളജി എക്സ്പേർട്ട് പാനൽ എന്ന് പറയുന്നത് 2009 കാലഘട്ടത്തിലാണ് ഇതെല്ലാം തുടങ്ങുന്നത്. 2009 കാലഘട്ടത്തിൽ ഇതുപോലുള്ള ഇൻസിഡൻറ്റുകൾ ഈ മേഖല കേന്ദ്രീകരിച്ച് വർദ്ധിച്ചു വരാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനൊരു പരിസ്ഥിതി ആഘാത പഠനം, എക്കോളജിക്കലി ഇമ്പാക്റ്റ് സ്റ്റഡിയൊക്കെ തന്നെ നടത്തണം എന്നുള്ള രീതിയിലേക്ക് ആവശ്യങ്ങൾ കയറി വന്നു. അങ്ങനെ ആ ടൈമിൽ 2009 കാലഘട്ടത്തിൽ സർക്കാർ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയാണ്. ആ കമ്മിറ്റിയുടെ പേരാണ് വെസ്റ്റേൺ ഗാർഡ്സ് എക്കോളജിക്കൽ എക്സ്പേർട്ട് പാനൽ. വെസ്റ്റേൺ ഗാർഡ്സ് എക്കോളജി എക്സ്പേർട്ട് പാനൽ എന്നുള്ള പാനലിനെ രൂപീകരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട അംഗമായിരുന്നു ഈ നമ്മുടെ മാധവ് ഗാഡ്ഗിൽ, പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ഈ പറഞ്ഞ പോലെ ഏകദേശം 2011 റിപ്പോർട്ട് സമർപ്പിച്ചു. അതായത് ഇവർ റിപ്പോർട്ട് സമർപ്പിച്ചതിനകത്ത് ഏറ്റവും എടുത്ത് പറഞ്ഞ കാര്യം പശ്ചിമഘട്ടം അഥവാ വെസ്റ്റേൺ ഗാർഡ്സ് എന്ന് പറയുമ്പോൾ വളരെ വളരെ ഈ പറഞ്ഞ വളരെ വെരി വെരി എക്കോളജിക്കൽ ഫ്രജൈൽ ആയിട്ടുള്ള ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ടോട്ടൽ കൺസർവേഷൻ അവിടെ നടത്തിയിരിക്കണം. സെറ്റിൽമെൻറ്റ്സ് പാടെ ഒഴിവാക്കണം. ഐ മീൻ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ് അവിടെ ഇനി മുതൽ പുതിയത് ചെയ്യാൻ പാടില്ല. അതുപോലെ ഡാമുകൾ കൺസ്ട്രക്ട് ചെയ്യാൻ പാടില്ല. മൈനിങ് ക്വാറീസിനൊന്നും തന്നെ അനുവാദം കൊടുക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള ഒരുപാട് നിർദ്ദേശങ്ങളാണ് ആ പാനൽ വെച്ച് തീർത്തത്. അപ്പോൾ ഇതെല്ലാം ഒറ്റയടിക്ക് നടപ്പാക്കാൻ സർക്കാർ നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ താമസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെയൊക്കെ പെട്ടെന്ന് ഇവിടുന്ന് ഇവാക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രതിഷേധങ്ങൾ രൂക്ഷമാകും. ദെൻ നമ്മുടെ നാട്ടിലേക്ക് കൂടുതലും കറണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഡാമുകളൊക്കെ ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ്. അപ്പോൾ അതൊക്കെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ, അതെല്ലാം നിർത്തലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ അത് ബാധിക്കും. ഇങ്ങനെയുള്ള ഒരുപാടധികം, പിന്നെ മൈനിങ് ക്വാറിങ്ങൾ നിർത്തിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിനെ ബാധിക്കാം. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നോക്കി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സർക്കാർ ഈ റിപ്പോർട്ട് അംഗീകരിച്ചില്ല. പകരം സർക്കാർ പുതിയൊരു പാനലിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആ പുതിയൊരു പാനലാണ് ഈ പറഞ്ഞ പോലെ ഹൈ ലെവൽ പാനൽ, ഹൈ ലെവൽ എക്സ്പേർട്ട് പാനൽ ഈ പറഞ്ഞ പോലെ ഈ റിപ്പോർട്ട് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിക്കാനായിട്ട് ഒരു ഹൈ ലെവൽ എക്സ്പേർട്ട് പാനൽ കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റി റിപ്പോർട്ട് ഗവൺമെൻറ് മീൻസ് ആ ഒരു ഹൈ ലെവൽ എക്സ്പേർട്ട് പാനൽ കമ്മിറ്റി റിപ്പോർട്ട് 2013 സർക്കാരിന് കൊടുക്കുകയും ഈ പാനലിൻ്റെ റിപ്പോർട്ടാണ് സർക്കാർ നിലവിൽ അംഗീകരിച്ചത്. കാരണം ഈ പാനൽ കുറച്ചുകൂടെ ഇച്ചിരി മയപരമായിട്ട്, മീൻസ് ഈ പറഞ്ഞ പോലെ മയത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അതായത് അവർ ഈ ഒരു വെസ്റ്റേൺ ഗാർഡ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഒന്ന് നാച്ചുറൽ, ഈ പറഞ്ഞ പോലെ ഹെറിറ്റേജ് പരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലങ്ങൾ. രണ്ട് ഈ പറഞ്ഞ പോലെ കൾച്ചറൽ ഇമ്പോർട്ടൻസ് സ്ഥലങ്ങൾ. ഈ കൾച്ചറൽ ഇമ്പോർട്ടൻസ് സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ആൾക്കാർ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്വാറിയിങ്സും ഇതെല്ലാം ഉള്ള സ്ഥലങ്ങളായിട്ടാണ് അതിനെ ക്ലാസിഫൈ ചെയ്തത്. അവിടങ്ങളിൽ ഓക്കെ ഈ പറഞ്ഞ പോലെ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ് ആവശ്യമാണെങ്കിൽ പഠനങ്ങളൊക്കെ നടത്തി അവിടെ ഇമ്പാക്റ്റ് ഒന്നും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അതൊക്കെ ഓൺഗോയിങ് ആയിട്ട് പൊക്കോട്ടെ, കുഴപ്പമില്ല. അതുപോലെ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്, ഇപ്പോൾ ഡാമുകൾ കൺസ്ട്രക്ട് ചെയ്യാം, ഇമ്പാക്റ്റ് പഠനം നടത്തുക, കുഴപ്പമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ യു ക്യാൻ ഗോ വിത്ത് ദറ്റ്, ആ ഒരു ഡാമുമായിട്ട് കൺസ്ട്രക്ഷൻ മുന്നോട്ട് പോകും. അപ്പോൾ ഇങ്ങനെ രീതിയിലുള്ളൊരു മൈൽഡ് അപ്രോച്ചാണ് ആ ഒരു ഹൈ ലെവൽ എക്സ്പേർട്ട് പാനൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത്. 2013 സമർപ്പിച്ചത്. ഗവൺമെൻറ് എന്ത് ചെയ്തു, അത് അംഗീകരിക്കുകയാണ് ചെയ്തത്. ബട്ട് അതിൻ്റെ റിയൽ കാര്യം നമ്മൾ ഓർക്കേണ്ട കാര്യം, ആ 2010 ഈ പറഞ്ഞ പോലെ സമർപ്പിച്ച ആ ഒരു മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട്, ആ ഒരു വെസ്റ്റേൺ ഗാർഡ്സ് എക്കോളജിക്കൽ പാനൽ കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ തള്ളിക്കളഞ്ഞാണെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു ആഘാതങ്ങളൊക്കെ ആകാം ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ നേരിടുന്നത്. കാരണം അന്ന് ആ 2010 നമ്മുടെ ആ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നുള്ളൂ, വെസ്റ്റേൺ ഗാർഡ്സ് എക്കോളജിക്കൽ എക്സ്പേർട്ട് പാനൽ കമ്മിറ്റി. അവർ സമർപ്പിച്ച റിപ്പോർട്ടിനകത്ത് 18 സ്ഥലങ്ങളെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 18 സ്ഥലങ്ങളെ മാർക്ക് ചെയ്തിട്ട് ഹൈലി ഫ്രജൈൽ ഏരിയ ആയിട്ട് അന്ന് പറഞ്ഞിരുന്ന ഏരിയയാണ്. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കും, ഈ വയനാട് എന്ന് പറയുന്നത് അന്ന് സമർപ്പിച്ച പാനലിനകത്തുണ്ട്. വയനാട് എന്ന് പറയുന്നത് അന്ന് ആ ഒരു വളരെ എക്കോളജിക്കൽ ഫ്രജൈൽ ഏരിയ ആണെന്ന് പറഞ്ഞു കൊടുത്ത, സെൻസിറ്റീവ് ലൊക്കാലിറ്റി ആണെന്ന് പറഞ്ഞു കൊടുത്ത ഏരിയക്കകത്തുള്ള ഒരു പ്രദേശമാണ് വയനാട്. അവിടെയാണ് ഇപ്പോൾ റീസെൻ്റ്ലി ഈ ഒരു ഇൻസിഡൻ്റ് ആണെങ്കിലും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മറ്റ് പ്രദേശങ്ങളാണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ ഗവൺമെൻറ് ശ്രദ്ധിച്ച് അവിടെ മറ്റ് എക്കോളജിക്കലായിട്ടുള്ള ഡിസ്റ്റർബിങ് ആക്ടിവിറ്റീസ് ഉണ്ടാക്കാതെ നോക്കുന്നത് വളരെ ഫ്യൂച്ചറിലേക്ക് നല്ലതായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിൾ നമ്മളോട് പറഞ്ഞു നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് എക്സാമിൻ്റെ വ്യൂ പോയിന്റിൽ ഈ ഒരു ആർട്ടിക്കിൾ എന്ന് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഇനി നമ്മൾ രണ്ടാമത്തെ ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. ഗോൾഡ് കസ്റ്റംസ് ഡ്യൂട്ടി കട്ട് ടു സ്ലൈസ് സെൻഡേഴ്സ് സോവറിൻ ബോണ്ട് റിഡംഷൻ ഔട്ട് ഗോ എന്നുള്ളതാണ് ആർട്ടിക്കിളിൻ്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ പറഞ്ഞു സോവറിൻ മീൻസ് ഈ പറഞ്ഞ ഗോൾഡിൻ്റെ കസ്റ്റംസ് ഡ്യൂട്ടി ഇത്ര നാളും 15% ഉണ്ടായിരുന്നത് ഇനി എത്രയിലേക്ക് കൊടുത്താൽ മതി, 6.5% കൊടുത്താൽ മതി. സ്വർണ്ണം ഇറക്കുമതി ചെയ്യുന്നതിന് അതിൻ്റെ മൂല്യത്തിൻ്റെ 6% സർക്കാരിലേക്ക് കസ്റ്റംസ് ഡ്യൂട്ടി ആയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സർക്കാരിലേക്കുള്ള വരുമാനം കുറയുവാൻ ചോദിക്കുമ്പോഴേക്കും സർക്കാർ പറയുന്നത് കുറയത്തില്ല എന്നാണ് പറയുന്നത്. കാരണം
ഇത്രയും നാളും ഈ 15% വെക്കുമ്പോഴേക്ക് നമ്മൾ കൂടുതൽ ആളുകൾ ഈ പറഞ്ഞ സ്വർണ്ണം കള്ളക്കടത്തൊക്കെ തന്നെ വളരെയധികം രീതിയിൽ കൂടുതലൊക്കെ ഉണ്ടായിരുന്നു. ഇനി മുതൽ 6.5% ആക്കി വെച്ച് കഴിഞ്ഞാൽ ആ കള്ളക്കടത്തൊക്കെ കുറഞ്ഞോളും. പകരം നോർമൽ ഈ പറഞ്ഞ പോലെ ആ ഒരു നോർമൽ പാതയിൽ ഈ പറഞ്ഞ പോലെ ലീഗലായിട്ടുള്ള വേയിൽ സ്വർണ്ണം ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യാനായിട്ടത് വഴി തെളിച്ചോളും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ ഇത്രയും നാളും കിട്ടാതിരുന്ന ടാക്സുകൾ ഗവൺമെന്റിലേക്ക് വന്നോളും. സോ ഇറ്റ് വോണ്ട് ബി റിഡ്യൂസിങ് ഗവൺമെന്റ്സ് ടാക്സ് റവന്യൂ എന്നുള്ളതാണ് ഗവൺമെന്റ് ഈ ഒരു നീക്കത്തിലൂടെ പറയുന്നത്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ രസകരമായിട്ടുള്ള കാര്യം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇത്രയും നാളും കുറച്ച് നാൾ എന്ന് പറഞ്ഞാൽ ഒരു 2 ആഴ്ച മുമ്പ് വരെ സ്വർണ്ണത്തിന്റെ വില ഗ്രാം വൈസ് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇനി മുതൽ ഈ ഒരു ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ചു. ഇമ്പോർട്ട് ഡ്യൂട്ടി കുറയ്ക്കുമ്പോഴേക്കും ബേസിക്കലി നമ്മുടെ സ്വർണ്ണത്തിന്റെ ഇറക്കുമതിയുടെ കോസ്റ്റ് എന്ത് ചെയ്യും, ഇമ്പോർട്ട് കോസ്റ്റ് എന്ത് ചെയ്യും, ഇമ്പോർട്ട് കോസ്റ്റ് റെഡ്യൂസ് ചെയ്തോളും. കാരണം ഇനി മുതൽ അത്രയും ടാക്സ് കൊടുക്കേണ്ടാത്തതുകൊണ്ട് ഇമ്പോർട്ട് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യും. ഈ ഇമ്പോർട്ട് കോസ്റ്റ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓവറോൾ ഗോൾഡിന്റെ പ്രൈസിന് അതെന്ത് ചെയ്യും, ഗോൾഡിന്റെ പ്രൈസും കുറച്ചോളും. ഈ പോയിന്റ് ഓർത്ത് വെച്ചോണം. ഗോൾഡ് പ്രൈസ് ഈ ഒരു നീക്കത്തിലൂടെ ഗോൾഡ് പ്രൈസ് കുറയും എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഇനി നമുക്ക് ഒരു കാര്യം പഠിക്കാനുണ്ട്, നോൺ ആസ് സോവറിൻ ഗോൾഡ് ബോണ്ട് സ്കീം. ഓക്കെ, സോവറിൻ ഗോൾഡ് ബോണ്ട് സ്കീം ഈ സ്ലൈഡിലുണ്ട്. സോവറിൻ ഗോൾഡ് ബോണ്ട് സ്കീം അതായത് 2015 ഗവൺമെന്റ് ലോഞ്ച് ചെയ്തൊരു പ്രോഗ്രാമാണ്. October 30, 2015 ഗവൺമെന്റ് ലോഞ്ച് ചെയ്ത പ്രോഗ്രാമാണ് സോവറിൻ ഗോൾഡ് ബോണ്ട് സ്കീം. അതായത് നമ്മൾ ഇപ്പം ഇന്ത്യക്കാർ പൊതുവെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് സ്വർണ്ണത്തിനെ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഐ മീൻ ഇപ്പോഴത്തെ ആയിരിക്കത്തില്ല, കറണ്ട് ഉപയോഗത്തിനായിരിക്കത്തില്ല, ഫ്യൂച്ചറിലെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും ഈ പറഞ്ഞ പോലെ സ്വർണ്ണത്തിനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണക്കാക്കാറുണ്ട്. ഈ ഇൻവെസ്റ്റ്മെന്റ് കണക്കാക്കുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ സ്വർണ്ണത്തിന് ഡിമാൻഡ് കൂടുതലാണ്. ഏതൊരു വസ്തുവിനും ആവശ്യത്തിൽ കൂടുതൽ ഡിമാൻഡ് ആണെങ്കിൽ ഒബ്വിയസ്ലി അതിന്റെ വില കൂടും. സ്വർണ്ണം എന്ന് പറയുന്നത് കൂടുതലും ബഹുഭൂരിപക്ഷം നമ്മൾ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്താണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഇമ്പോർട്ട് കോസ്റ്റ് കൂടും. ഇമ്പോർട്ട് കൂടുമ്പോൾ ഇമ്പോർട്ട് ബില്ല് കൂടും. ഇമ്പോർട്ട് ബില്ല് വർദ്ധിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ബാലൻസ് ഓഫ് പേയ്മെന്റ് നെഗറ്റീവ് ആക്കാനായിട്ടും ഇടയാക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ടും എന്നാൽ ജനങ്ങൾക്ക് സ്വർണ്ണത്തിൽ ഒരു നിക്ഷേപം പോലെ ചെയ്യുകയും ചെയ്യണം. ഇതിനു വേണ്ടിയിട്ട് ഗവൺമെന്റ് ലോഞ്ച് ചെയ്തതാണ് സോവറിൻ ഗോൾഡ് ബോണ്ട് സ്കീം. അതായത് നമുക്ക് ഇന്നത്തെ സ്വർണ്ണത്തിന്റെ മാർക്കറ്റ് വില അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബോണ്ടിൽ നിക്ഷേപിക്കാൻ സാധിക്കും. അങ്ങനെ നിക്ഷേപിക്കുമ്പോഴേക്കും നമുക്ക് സ്വർണ്ണത്തിലാണ് നിക്ഷേപിക്കുന്നുള്ളൊരു ഒരു ഒരു തോന്നലുണ്ടാവും. ആക്ച്വലി ഒറിജിനൽ സ്വർണ്ണത്തിലല്ല നിക്ഷേപിക്കുന്നത്. സ്വർണ്ണത്തിന്റെ ഇന്നത്തെ വില എത്രയാണോ അതനുസരിച്ചാണ് നമ്മൾ നിക്ഷേപം നടത്തുന്നത്. എന്നിട്ട് ഇതിന്റെ മച്യൂരിറ്റി പീരീഡ് ഇരിക്കുന്നത് 8 വർഷമാണ്. 8 ഇയേഴ്സ് ആണ് മച്യൂരിറ്റി പീരീഡ് ഇരിക്കുന്നത്. ഈ 8 ഇയേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ആ മച്യൂരിറ്റി പീരീഡ് ആകുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു നിക്ഷേപിച്ച തുക എത്രയാണോ നമ്മളിപ്പം ഇന്നിപ്പം സപ്പോസ് ഈ പറഞ്ഞ പോലെ സ്വർണ്ണത്തിന് 1000 രൂപയെന്ന് വിചാരിച്ചു, ഗ്രാമിന് 1000 രൂപയാണ് എങ്കിൽ നമ്മളൊരു 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര ഗ്രാം സ്വർണ്ണം മേടിക്കാൻ പറ്റും, 5 ഗ്രാം സ്വർണ്ണം നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പം നമ്മൾ ഈ ബോണ്ടിലൂടെ 5 ഗ്രാം സ്വർണ്ണം മേടിച്ചു. എന്നിട്ട് 8 വർഷം കഴിയുമ്പോൾ നമുക്ക് ഈ കയ്യിൽ ഇപ്പം നമ്മുടെ കയ്യിലുള്ള 5 ഗ്രാം നമ്മുടെ ഫിസിക്കലായിട്ടില്ല പക്ഷേ പേപ്പറിലുണ്ടല്ലോ, ആ 5 ഗ്രാം സ്വർണ്ണം നമുക്ക് റിഡീം ചെയ്യാൻ പറ്റും. അതാണ് മച്യൂരിറ്റി. 8 വർഷം ആകുമ്പോഴേക്കും ആ 5 ഗ്രാമിന് അന്നത്തെ മാർക്കറ്റ് വില അനുസരിച്ച് പൈസ നമുക്ക് തരും. അപ്പം അന്ന് നമുക്ക് സ്വർണ്ണമല്ല തരുന്നത്, പകരം ഇന്ന് നമ്മളിപ്പം 5 ഗ്രാം പേപ്പറിൽ ഹോൾഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി തരും. എന്നിട്ട് 8 വർഷം കഴിയുമ്പോൾ അന്ന് സ്വർണ്ണത്തിന് എത്രയാണോ വില അതിനനുസരിച്ച് 5 ഗ്രാമിന്റെ വില കണക്കാക്കി നമുക്ക് ആ പൈസ തരികയാണ് ചെയ്യുന്നത്. സപ്പോസ് അന്ന് വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1500 രൂപയാണെങ്കിൽ 1500 ഇൻറ്റു 5 ഗ്രാമാണല്ലോ നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ 1500 ഇൻറ്റു 5 ചെയ്യുമ്പോഴേക്കും 7500 രൂപ നമ്മുടെ കയ്യിലേക്ക് വരും. അപ്പോൾ നമ്മൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത 5000 രൂപ 8 വർഷം കഴിയുമ്പോൾ നമുക്കത് എത്രയായിട്ട് തിരികെ കിട്ടും, 7500 രൂപയായിട്ട് തിരികെ കിട്ടും. ഇതാണ് സോവറിൻ ഗോൾഡ് ബോണ്ട് സ്കീം. പക്ഷേ ഒരു കാര്യം ഓർക്കണം, അന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈ 1500 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോണ്ട് മച്യൂർ ആകുന്ന ദിവസം ഉണ്ടല്ലോ, സപ്പോസ് അന്ന് ഒരു മച്യൂർ ആകുന്ന ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ ഈ പറഞ്ഞ പോലെ 10th മച്യൂർ ചെയ്യുന്നത് വിചാരിച്ചു. ഓക്കെ, നവംബർ 10th മച്യൂർ ചെയ്യുന്നത്. അപ്പോൾ അതിന് തൊട്ട് മുമ്പത്തെ 3 ദിവസത്തെ, അതായത് 7, 8, 9 നവംബർ 7, 8, 9 ഈ തൊട്ട് മുമ്പത്തെ 3 ദിവസത്തെ സ്വർണത്തിന്റെ വിലയുടെ ആവറേജ് എടുത്തിട്ടാണ് ഈ 10th ഡേയിലെ സ്വർണത്തിന്റെ വില കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അല്ലാതെ അന്നത്തെ ദിവസം സ്വർണത്തിന്റെ വിലയല്ല എടുക്കുന്നത്. അതിന് പ്രയർ ആയിട്ടുള്ള 3 ദിവസത്തെ സ്വർണത്തിന്റെ വില എടുത്തിട്ട് അതിന്റെ ആവറേജ് കണക്കാക്കും. ഓക്കെ, ആ ആവറേജ് ആണ് 10th തീയതി ഈ പറഞ്ഞ പോലെ നമുക്ക് ബോണ്ട് റിഡീം ചെയ്യാൻ നേരം നമുക്ക് സ്വർണത്തിന്റെ വിലയായിട്ട് നമുക്ക് നൽകുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം കണക്ഷൻ പിടികിട്ടുന്നുണ്ടാവും. കാരണം 2015 ഒക്ടോബർ 30 ഗവൺമെന്റ് ലോഞ്ച് ചെയ്ത ആ ഒരു ബോണ്ടിന്റെ 8 വർഷ കാലയളവ് പൂർത്തിയാകാൻ പോവുകയാണ്. അങ്ങനെ 8 വർഷ കാലയളവ് പൂർത്തിയാകുമ്പോഴേക്കും ഇപ്പോൾ സ്വർണ്ണത്തിന് ഓൾമോസ്റ്റ് ഈ പറഞ്ഞ പോലെ വില ഇച്ചിരി നാൾ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഇമ്പോർട്ട് ബില്ല് കുറച്ച സാഹചര്യത്തിൽ നിങ്ങൾ ഉടനെ തന്നെ വാർത്ത കേട്ടിട്ടുണ്ട്, അത് കഴിഞ്ഞ ദിവസം തന്നെ വാർത്ത വന്നു, സ്വർണ്ണത്തിന്റെ വില പതുക്കെ കുറയാൻ തുടങ്ങി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ 8 വർഷം കഴിഞ്ഞ് ഇതെല്ലാം പൈസയായിട്ട് തിരികെ കൊടുക്കണമല്ലോ. അപ്പോൾ ഈ ഹയർ പ്രൈസിൽ നിന്നും ഇപ്പം ഗവൺമെന്റിന് ലോവർ ആക്കാൻ സാധിച്ചു. ആ ലോവർ ആക്കുമ്പോൾ തീർച്ചയായിട്ടും ഇനി കുറച്ച് പൈസ, മീൻസ് ഇപ്പോഴത്തെ ലെവലായിരുന്നെങ്കിൽ കൊടുക്കേണ്ട അത്ര എമൗണ്ട് കൊടുക്കേണ്ട എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അത്ര എമൗണ്ട് കൊടുക്കേണ്ട, പകരം ഇച്ചിരി സ്വർണ്ണത്തിന് വില താത്തി കഴിഞ്ഞാൽ അതിനനുസരിച്ച് കുറച്ച് പൈസ എന്ത് ചെയ്യാൽ മതി, ഈ ബോണ്ടിൽ നിക്ഷേപിച്ചവർക്ക് തിരികെ കൊടുത്താൽ മതി. ഇത് ഗവൺമെന്റിന്റെ ആംഗിളിൽ നോക്കുമ്പോൾ നല്ലൊരു കാര്യം, കാരണം ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കുറയ്ക്കാൻ പറ്റും. പക്ഷേ ഒരു ബയ്യറിന്റെ ആംഗിൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഇനി മുതൽ ഈ സോവറിൻ ഗോൾഡ് ബോണ്ടിൽ നിക്ഷേപിക്കാൻ ആൾക്കാർ ചിലപ്പോൾ അത്രത്തോളം തയ്യാറാകുമോ? തയ്യാറാകാൻ വളരെ ചാൻസ് കുറവായിരിക്കും. കാരണം ഈ റിസ്ക് അവരെപ്പോഴും
ചാൻസിൽ കണക്കാക്കും. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സോവറിൻ ഗോൾഡ് ബോണ്ടിന് നാട്ടിൽ നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു. കാരണം ഫിസിക്കൽ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യേണ്ട, അതുപോലെ തന്നെ 8 വർഷം വെച്ചാൽ മതി, അത് അങ്ങനെയുള്ള വളരെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരുന്ന ഒരു ബോണ്ട് സ്കീമായിരുന്നു ഇത്. പക്ഷേ ഇങ്ങനെ റിസ്ക് ഇനി മുതൽ ഇതിൻ്റെ പുറത്തുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇനി നാളെയാണെങ്കിലും, മീൻസ് ഇന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, അടുത്ത 8 വർഷം കഴിഞ്ഞ് ഇത് റെഡീം ചെയ്യേണ്ട സമയത്ത് ഗവൺമെൻറ് ഇങ്ങനെ എന്തെങ്കിലും പരിപാടി, ഇപ്പം നിലവിൽ 6% ഉള്ളത് നാളെ വല്ല 4% ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ അന്നത്തെ എമൗണ്ട് കുറയുമല്ലോ എന്ന് ആളുകളൊന്ന് ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ അത് ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഗോൾഡ് ബോണ്ട് സ്കീമിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കാനായിട്ടുള്ള ചാൻസ് കാണുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നത്. ഇതാണ് ഈ ഒരു ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഗോൾഡ് കസ്റ്റംസ് ഡ്യൂട്ടി കട്ട് ടു സ്ലൈസ് സെൻഡേഴ്സ് സോവറിൻ ബോണ്ട് റിഡംഷൻ ഔട്ട് ഗോ എന്നുള്ളത്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു ആർട്ടിക്കിൾ മനസ്സിലാക്കാൻ സാധിച്ചില്ലേ? ഇങ്ങനെ ആ ഒരു ആർട്ടിക്കിളിനകത്ത് കീവേഡ് ഐഡന്റിഫൈ ചെയ്ത് അതിനെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആർട്ടിക്കിൾ എൻ്റെയർലി നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇവിടെ സോവറിൻ ഗോൾഡ് ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ദേ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഹോൾഡിംഗ് ഫിസിക്കൽ ഗോൾഡിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നതാണ് സോവറിൻ ഗോൾഡ് ബോണ്ട് എന്നുള്ള കാര്യം ഓർക്കാം. ദെൻ ഈ പറഞ്ഞ പോലെ ഇത് ഇഷ്യൂ ചെയ്യുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. റിസർവ് ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ത്രൂ സെലക്ടഡ് ആയിട്ടുള്ള പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് വഴിയൊക്കെയാണ് കൂടുതലായിട്ടും ഈ ബോണ്ടുകൾ മാർക്കറ്റിലേക്ക് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ റിസർവ് ബാങ്കാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത് ഓൺ ബിഹാഫ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കും. ഇപ്പോൾ ഇത്രയാണ് ആ ഒരു ആർട്ടിക്കിൾ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഇനി അടുത്ത മൂന്നാമത്തെ ആർട്ടിക്കിളാണ് എത്യോപ്യ റിസീവ്സ് IMF റിലീഫ് ആഫ്റ്റർ ഈസിംഗ് ഫോറക്സ് കർവ്സ് എന്നുള്ളത്. അതായത് IMF എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് നമുക്കറിയാവുന്ന കാര്യമാണ്. സോ ആദ്യം തന്നെ എത്യോപ്യയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഏതുണ്ട്, എത്യോപ്യയുടെ മാപ്പ് ഒന്ന് ജസ്റ്റ് പഠിച്ചിരിക്കുക, നെയ്ബറിംഗ് കൺട്രീസ് നോക്കിയിരിക്കണം. ഇതുപോലുള്ള വാർത്തകൾ വരുമ്പോൾ രാജ്യങ്ങളുടെ നെയ്ബറിംഗ് കൺട്രീസ് നോക്കുക. സോ എത്യോപ്യ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ക്യാപിറ്റൽ സിറ്റിയാണ് ആഡിസ് അബ. നെയ്ബറിംഗ് കൺട്രീസ് പറയുവാണെങ്കിൽ സൊമാലിയ, ദെൻ ഈ പറഞ്ഞ പോലെ ജിബൌട്ടി, ദെൻ എറിട്രിയ ആൻഡ് സൗത്ത് സുഡാൻ, സുഡാൻ ആൻഡ് സൗത്ത് സുഡാൻ, സുഡാൻ ആൻഡ് കെനിയ. ഓക്കെ, അപ്പോൾ ഇത്രയും രാജ്യങ്ങളാണ് കേട്ടോ നെയ്ബറിംഗ് ആയിട്ടുള്ളത്. സൊമാലിയ, എറിട്രിയ, ജിബൌട്ടി, സുഡാൻ, ദെൻ സൗത്ത് സുഡാൻ, ദെൻ കെനിയ. ഇത്രയും രാജ്യങ്ങളാണ് എത്യോപ്യയുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ റെഡ് സീയുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് നെയ്ബറിംഗ് പറയാൻ പറ്റത്തില്ല, എന്നാൽ ഈ പറഞ്ഞ പോലെ തൊട്ടടുത്ത് റെഡ് സീ ഉണ്ട്. റെഡ് സീയുമായിട്ട് ഡയറക്റ്റ്ലി എത്യോപ്യയ്ക്ക് ബോർഡർ വരുന്നില്ല. റെഡ് സീയുടെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഷെയറിംഗ് വരുന്ന എറിട്രിയയും ജിബൌട്ടിക്കും ഒക്കെയാണ് റെഡ് സീയുമായിട്ട് മെയിൻലി വരുന്നത്. പിന്നെ യമനൊക്കെയാണ് മെയിൻലി ഷെയറിംഗ് വരുന്നത്. എത്യോപ്യയ്ക്ക് ഡയറക്റ്റ്ലി ഈ പറഞ്ഞ പോലെ റെഡ് സീയിലേക്ക് ആക്സസ് ഇല്ല. സോ ഇത്രയും കാര്യങ്ങൾ ഇതിന് ഇന്റർനാഷണൽ റിലേഷൻ്റെ പെർസ്പെക്റ്റീവിൽ വേൾഡ് ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുക, ആ ബോർഡറിംഗ് രാജ്യങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കാം. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ എത്യോപ്യയ്ക്ക് IMF സഹായം കൊടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കുന്ന ഒരു കാര്യമാണ്. IMF രാജ്യങ്ങൾക്ക് സഹായം കൊടുക്കും, ബട്ട് അത് യൂഷ്വലി അവരുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ ക്രൈസിസ് വരുമ്പോഴാണ് സഹായം കൊടുക്കുന്നത്. അതായത് ഇമ്പോർട്ടും എക്സ്പോർട്ടും തമ്മിലുള്ള വ്യത്യാസം എടുക്കുമ്പോഴേക്കും ഡെഫിസിറ്റ് ഒക്കെ വരുന്നതാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രൈസിസ് എന്ന് പറയുന്നത്. ആ ഒരു BOP ക്രൈസിസിനെ സഹായിക്കാനായിട്ടാണ് IMF പലപ്പോഴും രാജ്യങ്ങൾക്ക് സഹായം നൽകുന്നത്. ഈവൻ നമുക്ക് ഇന്ത്യക്കും 1990s IMF ഈ പറഞ്ഞ ഇന്ത്യക്ക് സഹായം നൽകിയിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമുക്ക് സഹായം കിട്ടിയതാണ് പിന്നീട് നമ്മൾ ന്യൂ എക്കണോമിക് റിഫോംസ് ആയിട്ട് നടപ്പാക്കിയത്. കാരണം IMF ഒരു രാജ്യത്തിന് സഹായം കൊടുക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും അവർ കുറച്ച് കണ്ടീഷൻസ് വെക്കും. ആ കണ്ടീഷൻ നമുക്ക് നടപ്പാക്കേണ്ടി വരും. ഇന്ത്യ അന്ന് 1991 നമുക്ക് ആ ഒരു എക്കണോമിക് ക്രൈസിസ് വന്നു കഴിഞ്ഞപ്പോൾ IMFനെ സമീപിച്ചു. സമീപിച്ചു കഴിയുമ്പോൾ IMF നമുക്ക് സഹായം നൽകി. ആ സഹായം നൽകാൻ നേരത്ത് നമുക്ക് കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കണ്ടീഷൻസ് ആണ് നമ്മൾ ന്യൂ എക്കണോമിക് റിഫോംസിലൂടെ ഇവിടെ നടപ്പാക്കിയത്. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ എത്യോപ്യയ്ക്ക് IMF സഹായം കൊടുത്തു. പക്ഷേ ആ സഹായം കൊടുത്ത പൈസ ഉപയോഗിക്കാൻ സാധിച്ചത് അവർക്ക് ചില കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നടപ്പാക്കിയതിന് ശേഷം, അതാണ് ഇപ്പോൾ ഈ വാർത്ത വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. എത്യോപ്യ റിസീവ്സ് IMF റിലീഫ് ആഫ്റ്റർ ഈസിംഗ് ഫോറക്സ് കർവ്സ്. അതായത് ഇത്ര നാളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്യോപ്യയുടെ കറൻസി, ഇവിടെ കറൻസിയുടെ പേര് പറയുന്നത് ബിർ. ഓക്കെ, ബിർ എന്നുള്ളതാണ് എത്യോപ്യയുടെ ലോക്കൽ കറൻസി. ഈ ബിർ എന്ന് പറയുന്നത് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് പാലിച്ചുകൊണ്ടിരുന്നത്. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്തെന്നുള്ള നമ്മൾ എക്കണോമിക്സിൽ പഠിക്കുന്നതാണ്. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്നിപ്പം $1 ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ റുപ്പി 70 ആണെന്ന് വിചാരിച്ചോ, ഇത് മാറത്തേയില്ല, ഫിക്സഡ് ആക്കി വെച്ചിരിക്കുന്നു. ആ രാജ്യത്തെ ഗവൺമെന്റ് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ഈ എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സഡ് ആക്കി വെച്ചിരിക്കുന്നതിനെയാണ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷേ നോർമലി ഇപ്പോൾ നമ്മുടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെക്സിബിളാണ്, ടു ആൻ എക്സ്റ്റെൻറ്റ് ഫ്ലെക്സിബിൾ ആണ്, വേണമെങ്കിൽ നമ്മുടെ ഫിക്സഡ് ആക്കുകയും ചെയ്യാം. അതുകൊണ്ട് നമ്മുടെ പേര് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്നാണ് ഇന്ത്യയുടെ റേറ്റ് സിസ്റ്റം അറിയപ്പെടുന്നത്. അതായത് പ്രധാനമായിട്ടും രണ്ടെണ്ണമാണ്. ഒന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെയുള്ള ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം, രണ്ടാമത്തേൻ്റെ പേരാണ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. അതായത് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറയാറുണ്ട്. അതായത് ഇന്ന് $1 70 രൂപയാണെങ്കിൽ നാളെ മാർക്കറ്റിലെ ഡോളറിൻ്റെ കറൻസിയുടെ ഒക്കെ തന്നെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ച് 70 എന്നുള്ളതാണെങ്കിൽ 80 ആകാം, അല്ലെങ്കിൽ 60 ആകാം, അങ്ങനെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇത്രയും നാളും എത്യോപ്യ പാലിച്ചിരുന്നത് ഏതായിരുന്നു? ഈ ഒരു ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആയിരുന്നു. അപ്പോൾ അത് കാരണം അതിനെ ഈ പറഞ്ഞ പോലെ ഒന്ന് മാറ്റാനായിട്ട് IMF പറഞ്ഞു, മാറ്റി അതിനെ എന്താക്കണം എന്ന് പറഞ്ഞു, ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആക്കണം എന്ന് പറഞ്ഞു. ആ ഫ്ലെക്സിബിൾ ആക്കാനായിട്ട് IMF പറയാൻ കാരണം ഇങ്ങനെ ഫ്ലെക്സിബിൾ ആക്കുമ്പോൾ നാളെ മാർക്കറ്റിലെ ഡിമാൻഡ് അനുസരിച്ച് ഈ എക്സ്ചേഞ്ച് റേറ്റ് മാറും. കൂടുതലും ഈ പറഞ്ഞ പോലെ $1 വേണമെങ്കിൽ 80 ആകും. ഈ $1 80 എന്നുള്ള സാഹചര്യത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഇമ്പോർട്ട് കോസ്റ്റ് വളരെയധികം കൂടും. അതുകൊണ്ട് തന്നെ
നോർമലി നമ്മൾ ഇമ്പോർട്ട് കുറയ്ക്കാനായിട്ട് ശ്രമിക്കും. ഇമ്പോർട്ട് കുറയ്ക്കാൻ ശ്രമിച്ച് നേരെ തിരിച്ച് ഇത് എക്സ്പോർട്ടേഴ്സിന് വളരെ നല്ലൊരു സാഹചര്യം. അപ്പോൾ എക്സ്പോർട്ട് കൂട്ടാനായിട്ട് ശ്രമിക്കും. അങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് IMF ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ എത്യോപ്യയുടെ കാര്യത്തിൽ നെഗറ്റീവ്ലി വരാനുള്ള ചാൻസ് വളരെ കൂടുതൽ. കാരണം എത്യോപ്യ കൂടുതലും വിദേശത്ത് നിന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഇമ്പോർട്ട് ഡിപ്പെൻഡ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളൊരു ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിലേക്ക് മാറുമ്പോഴേക്കും അവർക്ക് തീർച്ചയായിട്ടും അവിടെ കൂടുതലായിട്ടും മാർക്കറ്റ് ഇൻഫ്ലേഷൻ വരാൻ ചാൻസ് ഉണ്ട്. കാരണം പുറത്തുനിന്ന് സാധനങ്ങൾ ഇനി മുതൽ മേടിക്കുമ്പോൾ കൂടുതൽ പൈസ മീൻസ് അവിടെ കൂടുതലും ഡിപ്രീസിയേഷൻ വരാനായിട്ടാണ് ചാൻസ്. അപ്പോൾ ആ ഒരു ഈ പറഞ്ഞ പോലെ ആ കറൻസിയുടെ ആ ഒരു വാല്യൂ കുറഞ്ഞു കഴിയുമ്പോഴേക്കും അവർക്ക് ഒരുപാടധികം ഈ പറഞ്ഞ പോലെ പുറത്തേക്ക് പൈസ കൊടുക്കേണ്ട ഒരു സാഹചര്യം വരും. സോ ഇറ്റ് വിൽ ലീഡ് ടു ഇൻഫ്ലേഷൻ ഇൻ ദ ലോക്കൽ എക്കണോമി. ആ ഒരു ഇൻഫ്ലേഷനിലേക്ക് പോകാനായിട്ടുള്ള ചാൻസ് എത്യോപ്യയിൽ ഉണ്ട് എന്നുള്ളതും ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ എനിവേ IMF ഇപ്പോൾ കൊടുക്കാനുള്ള കാരണം ആ ഒരു ഫോറക്സ് റിസർവ് അവർ ഫോറക്സ് കർവുകൾ മാറ്റി മീൻസ് ആ ഒരു ഫിക്സഡ് എക്സ്ചേഞ്ച് സിസ്റ്റം എന്നുള്ളത് അവരെന്തിലേക്ക് മാറ്റി ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിലേക്ക് മാറ്റാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. സോ അതാണ് മെയിൻലി ഇവിടെ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കേണ്ട രണ്ട് കാര്യം എന്താണ് ഫിക്സഡ് എക്സ്ചേഞ്ച് സിസ്റ്റം, അതേപോലെ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്നുള്ള കാര്യം പഠിക്കുക. സോ ഫിക്സഡ് എക്സ്ചേഞ്ച് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് റിഫേഴ്സ് ടു ആൻ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം വെയർ ദ എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ഫിക്സഡ് ബൈ ദ ഗവൺമെന്റ് ഓർ എനി മോണിറ്ററി അതോറിറ്റി. ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഉദാഹരണം. നോ ഡിറ്റർമിൻ ബൈ മാർക്കറ്റ് ഫോഴ്സസ്. എന്നാൽ മാർക്കറ്റിലെ ഈ പറഞ്ഞ ഡോളറിന്റെ അല്ലെങ്കിൽ ലോക്കൽ കറൻസിയുടെ ഡിമാൻഡ് സപ്ലൈ അനുസരിച്ച് എക്സ്ചേഞ്ച് റേറ്റ് മാറുന്നതിനെയാണ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് ബേസിക്കലി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇന്ത്യയുടെ കാര്യത്തിൽ നമ്മൾ ഇത് രണ്ടും ചെയ്യുന്നുണ്ട്. രണ്ടും ചെയ്യുന്ന കാരണം അതിനെ വിളിക്കുന്നവരാണ് മാനേജ്ഡ് ഫിക്സഡ് എക്സ്ചേഞ്ച് സിസ്റ്റം ഓർ മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്നാണ് ബേസിക്കലി വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാം. RBI's liquidity coverage ratio tweak may hit credit growth, says NIM. NIM എന്ന് പറഞ്ഞാൽ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻസ് ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ് കേട്ടോ, അത്രേ ഉള്ളൂ. സോ ഇവിടെ നമ്മൾ മെയിൻലി പഠിക്കേണ്ടത് എന്താണ് ലിക്വിഡിറ്റി കവറേജ് റേഷ്യോ എന്നാണ്. ലിക്വിഡിറ്റി കവറേജ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകൾ പ്രധാനമായിട്ടും ബാങ്ക് ചെയ്യുന്ന രണ്ട് ആക്ടിവിറ്റീസ് ആണ് അല്ലേ. ഒന്ന് ഈ പറഞ്ഞ പോലെ ക്രെഡിറ്റുകൾ കൊടുക്കുക, ലോണുകൾ ഇഷ്യൂ ചെയ്യുക. രണ്ടാമത് ഡിപ്പോസിറ്റുകൾ സ്വീകരിക്കുക. ഈ രണ്ട് ആക്ടിവിറ്റിയാണ് പ്രൈമർലി ബാങ്കുകൾ ചെയ്യുന്ന കാര്യം. നമ്മൾ റീസെന്റ് വാർത്തകളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ത്യയിൽ ഡിപ്പോസിറ്റിന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുക. ബാങ്കുകളിൽ കൊണ്ട് ഡിപ്പോസിറ്റ് കുറയുകയാണ്, എവിടെയോട് കൂടിക്കൊണ്ടിരിക്കുകയാണ്, മ്യൂച്വൽ ഫണ്ടുകളിൽ കൂടിക്കൊണ്ടിരിക്കും എന്നുള്ളത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ബാങ്കുകളിലേക്കുള്ള ഡിപ്പോസിറ്റ് കുറയും, എന്നാൽ ബാങ്കുകൾ കൊടുക്കുന്ന ലോണുകൾ നല്ല രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുക. ആൾക്കാർ കൂടുതൽ ബാങ്കിൽ ലോൺ എടുക്കുന്നത്, എന്നാൽ ഡിപ്പോസിറ്റേഴ്സിന്റെ അളവ് വളരെ കുറവാണ്. പക്ഷേ നമ്മളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ബാങ്കുകൾ എങ്ങനെയാണ് ഈ കടം കൊടുക്കുന്നത്, ലോൺ കൊടുക്കുന്നത്, അവർക്ക് കിട്ടുന്ന ആ ഒരു ഡിപ്പോസിറ്റ് നിന്നിട്ടാണ്. അതായത് ഡിപ്പോസിറ്റിൽ നിന്ന് കിട്ടുന്ന പൈസ അടുത്താണ് ലോണുകൾ ബാങ്കിൽ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഡിപ്പോസിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിന് ഓട്ടോമാറ്റിക്കലി എന്തിനെ ബാധിക്കാം, ക്രെഡിറ്റിനെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. ആവശ്യക്കാർക്ക് എല്ലാവർക്കും ലോൺ കൊടുക്കാൻ ബാങ്കിന് പറ്റിയെന്ന് വന്നേക്കത്തില്ല. അപ്പോൾ ഈ ഒരു പോസിബിലിറ്റി മനസ്സിലാക്കിക്കൊണ്ടിട്ടാണ് ഡിപ്പോസിറ്റേഴ്സിൻ്റെ പൈസയ്ക്ക് കുറച്ച് സേവിങ്സും ഒരുക്കണം. അതിന് വേണ്ടിയിട്ട് ബാങ്ക് ചെയ്യുന്നൊരു പരിപാടിയാണ്, അല്ലെങ്കിൽ RBI ചെയ്യുന്ന പരിപാടിയാണ് ലിക്വിഡിറ്റി കവറേജ് റേഷ്യോ മെൻഷൻ ചെയ്യും. ഇത് RBI അല്ല ഇനീഷ്യലി മെൻഷൻ ചെയ്ത് ബേസൽ എന്നുള്ള കമ്മിറ്റിയാണ്. ബേസൽ കമ്മിറ്റി ഈ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ നോംസ് ആണ്. ഇന്റർനാഷണൽ ബാങ്ക് ഓഫ് ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്സ് എന്ന് പറയും. ലോകത്തിലെ എല്ലാ സെൻട്രൽ ബാങ്കുകളുടെ ഒരു കൂട്ടായ്മയാണ്. ഇവർ റെക്കമെൻഡ് ചെയ്യുന്നതാണ് ഈ ബേസൽ നോംസ്. ഈ ബേസൽ നോംസ് പ്രകാരം LCR ഇത്ര മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ട്. അതായത് ലിക്വിഡിറ്റി കവറേജ് റേഷ്യോ, അതായത് ഷോർട്ട് ടേം ഫണ്ട് മൂവ്മെന്റ്, ആ ബാങ്കിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഷോർട്ട് ടേം വിഡ്രോവൽസിനെ കവർ ചെയ്യാനായിട്ടുള്ളതാണ് LCR. അതായത് ഷോർട്ട് ടേം ഫണ്ട് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി നമ്മുടെ സേവിങ്സ് അക്കൗണ്ട് ഡിപ്പോസിറ്റ് ആണല്ലോ. അതായത് നമ്മുടെ ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ പെട്ടെന്ന് ബാങ്കിൽ നിന്ന് പോകത്തില്ല, അതിനൊരു ഫിക്സഡ് ടൈം ഉണ്ടാവും. എന്നാൽ നേരെ തിരിച്ച് സേവിങ്സ് അക്കൗണ്ട് ഡിപ്പോസിറ്റുകളും ഡിമാൻഡ് ഡിപ്പോസിറ്റുകളും പെട്ടെന്ന് പിൻവലിക്കാം. നമ്മൾ നോർമലി ഇൻഡിവിജ്വൽസ് ഹോൾഡ് ചെയ്യുന്നതാണ് സേവിങ്സ് അക്കൗണ്ട് ഡിപ്പോസിറ്റ്സ്. ഡിമാൻഡ് ഡിപ്പോസിറ്റ്സ് കൂടുതൽ ഈ പറഞ്ഞ പോലെ കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങളാണ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇത് ഷോർട്ട് ടേം ഫണ്ട് മൂവ് ചെയ്യാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഈ ഷോർട്ട് ടേം ഫണ്ട് മൂവ് ചെയ്യുമ്പോഴേക്കും ആൾക്കാർ വന്ന് പൈസ ആവശ്യപ്പെടുമ്പോൾ എടുത്തു കൊടുക്കാൻ ബാങ്കിൻ്റെ പൈസ വേണം. ഇത് കണക്കാക്കുന്നത് പറഞ്ഞ പോലെ കറൻസി ആയിട്ട് സ്റ്റോക്ക് ചെയ്തില്ലെങ്കിലും അതൊരു ഹൈലി ഈ പറഞ്ഞ പോലെ ലിക്വിഡ് ആയിട്ടുള്ള അസറ്റുകൾ, മീൻസ് എത്രയും പെട്ടെന്ന് വിറ്റ് പൈസ കണ്ടെത്താൻ പറ്റുന്ന അസറ്റുകളായിട്ട് ബാങ്കിൻ്റെ കൈവശം കണ്ടിരിക്കണം. ഇതിനെയാണ് ലിക്വിഡിറ്റി കവറേജ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എത്രയാണോ ആ ബാങ്കിൻ്റെ 30 ദിവസത്തെ 30 ഡേയ്സ് ആണ് എടുക്കുന്നത്, 30 ദിവസത്തെ ശരാശരി വിഡ്രോവൽസ് എത്രയാണോ, അതിപ്പം സപ്പോസ് 100 കോടി എന്ന് വിചാരിച്ചു, ഈ 100 കോടി രൂപയുടെ തുല്യമായിട്ടുള്ള ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള അസറ്റുകൾ ആ ബാങ്കിൽ കണ്ടിരിക്കണം. ഇതൊക്കെയാണ് മെയിൻലി LCRനകത്ത് പറയുന്നത്. അപ്പോൾ ഇനി മുതൽ LCR വർദ്ധിപ്പിക്കാൻ പോകുന്ന രീതിയിലേക്ക് വാർത്ത വരുന്നുണ്ട്. അപ്പോൾ LCR വർദ്ധിപ്പിച്ച് കഴിഞ്ഞാൽ ബാങ്കുകൾക്ക് കൂടുതൽ എമൗണ്ട് അവരുടെ കൈവശം എടുത്ത് സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ കൂടുതൽ എമൗണ്ട് എടുത്ത് കൈവശം സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ക്രെഡിറ്റ് കൊടുക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ, മീൻസ് ലോണുകൾ ഇഷ്യൂ ചെയ്യാനുള്ള അവരുടെ കപ്പാസിറ്റി ബേസിക്കലി കുറയാനായിട്ട് ഇടയാക്കും എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. ഇതാണ് RBIയുടെ ഹെഡ്ലൈൻ ആയിട്ട് പറയുന്നത്. RBI's LCR tweak may hit credit goals. ആ ഒരു കൂടുതൽ എമൗണ്ട് മാറ്റി വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിമൂലം ബാങ്കുകൾക്ക് ക്രെഡിറ്റ് കൊടുക്കാനായിട്ട്, മീൻസ് ലോൺ കൊടുക്കാനായിട്ട് അധികം കയ്യിൽ പൈസ കണ്ടേക്കില്ല എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് സൂചിപ്പിക്കുന്നത്. ഇറ്റ് ക്യാൻ നെഗറ്റീവ്ലി അഫക്റ്റ് അവർ ബാങ്കിങ് ഇൻഡസ്ട്രി. സോ ഇത്രയാണ് നമുക്ക് ആർട്ടിക്കിൾ വൈസ് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു MCQ ആണ്, സോവറിൻ ഗോൾഡ് ബോണ്ട് സ്കീമുമായിട്ട് ബന്ധപ്പെട്ട 2 സ്റ്റേപ്പ് MCQ ആണ്. കൃത്യമായിട്ടും വായിച്ച് നോക്കിയിട്ട് ആൻസർ ചൂസ് ചെയ്യുക, നമ്മുടെ കമന്റ് ബോക്സിൽ ആൻസർ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവരും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്